ഇതേപോലെയുള്ള സെവനപ്പിൻ്റെ ബോട്ടിൽ കൊണ്ടെടുക്കാനായിട്ട് നമുക്കൊരു അടിപൊളി ക്യാൻഡിൽ കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സെവനപ്പിൻ്റെ ബോട്ടിലിൻ്റെ മുകളിലത്തെ വശം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാൻഡിൽ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയൊരു ക്യാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇതേപോലെ ബ്ലൂ കളറായിട്ടുള്ള നമ്മുടെ ക്രയോണും കൂടി മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴെ വീഴാതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കുറച്ചൊക്കെ താഴെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുപ്പിക്ക് ലീക്ക് ഉണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മൂടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇടുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് സെറ്റ് ചെയ്യുക. ഞാനിവിടെ 1 മണിക്കൂർ ഉണങ്ങാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതങ്ങോട്ട് പൊളിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ തിരി വെച്ച് കൊടുക്കാണ്ട് ഞാനൊരു വലിയ മെഴുകുതിരിൻ്റെ തിരി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ അത് ഉള്ളിൽ താണു പോയാൽ പിന്നെ കിട്ടില്ല. അതിനുശേഷം നമ്മളൊരു കൊള്ളി എടുക്കുക. ഞാൻ ഇവിടെ ചന്ദനത്തിരിൻ്റെ 3 കൊള്ളി അങ്ങോട്ട് ഫിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളിത് അങ്ങോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കുക. ഞാൻ ഇവിടെ ബ്ലേഡ് വെച്ച് ഓരോ ഭാഗമായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒന്ന് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ വക്കൊക്കെ ഒന്ന് ഇഷ്ടമുള്ള പോലെ ഷേപ്പാക്കാം. ഞാൻ ഇതേപോലെ ബ്ലേഡ് വെച്ച് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.